ജ്ഞാനപീഠ പുരസ്കാര കമ്മിറ്റി തന്നെ കൊടുക്കുന്ന മറ്റൊരു പുരസ്കാരമാണ് മൂർത്തിദേവി പുരസ്കാരം. എഴുത്തച്ഛന്റെ ജീവിതത്തെ അധികരിച്ച് സി രാധാകൃഷ്ണൻ രചിച്ച നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം. അതിനാണ് എന്ത് കിട്ടിയത്? മൂർത്തിദേവി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 23 നടന്ന ഫയർമാൻ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പരീക്ഷ എഴുതിയവർ മാത്രം കാണേണ്ട ഒരു വീഡിയോ അല്ല ഇത് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലും ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചോദ്യങ്ങൾ അവലോകനമാണ്, അല്ലേ? നമ്മൾ ഉത്തരം മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഇന്നത്തെ ക്ലാസ് തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് അടിവരയിട്ട് ആദ്യമേ പറയട്ടെ. ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഫയർമാൻ മലയാളം ചോദ്യങ്ങളുടെ അവലോകനം. ഒന്നാമത്തെ ചോദ്യം സാഹിത്യത്തിൽ നിന്നായിരുന്നു. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം എന്നതായിരുന്നു ചോദ്യം. ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? 1, 2, 3 ശരി, 2, 3, 4 ഇവ ശരി, 1, 3, 4, 1, 2, 4 ഇതിൽ ഏതാ ശരിയായത്? നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത് 1965 അത് നേടിയത് മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പാണ്. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. 2007 ആർക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്? ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാകട്ടെ 2019 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. പിന്നെ അവശേഷിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ വക്താവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, ആദ്യകാലത്ത് ശ്രീ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചനകൾ നടത്തിയിരുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന് പക്ഷേ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ശരിയായ ഉത്തരം ഏതാണ്? 1, 3, 4 ശരിയായ ഉത്തരം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മറ്റുള്ളവരിലേക്ക് വന്നാലോ? 1965 ജി ശങ്കരക്കുറുപ്പിന്, 1980 SK പൊറ്റേക്കാട്ട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ടിന്, 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്, 1995 MT വാസുദേവൻ നായർക്ക്, 2007 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പിന്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. അങ്ങനെ മലയാളത്തിൽ 6 ജ്ഞാനപീഠമാണ് ഇതേവരെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരെ പ്രത്യേകം പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വർഷവും വ്യക്തിയും വ്യക്തിയുടെ മുഴുവൻ പേരും മറ്റുള്ള കൃതികളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ കിട്ടിയ വർഷവും വ്യക്തികളുടെ പേരും മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികിതെനിക്കു നീ എന്നിപ്രകാരം ദാഹജലം ചോദിച്ചത്. അല്ലെ, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. എന്നാലും ഓപ്ഷനിലേക്ക്: ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നത്, ആനന്ദൻ മാതങ്കിയോട് ചോദിക്കുന്നത്, മദനൻ ലീലയോട് ചോദിക്കുന്നത്, ചാത്തൻ സാവിത്രിയോട് ചോദിക്കുന്നത്. ആരാണ് ഈ ദാഹജലം ചോദിച്ചത്? ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയത് ആരാണ്? തീർച്ചയായിട്ടും ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷുവാണ് ചോദിക്കുന്നത്. മാതങ്കിയോടാണ് ചോദിക്കുന്നത്. അല്ലെ, വളരെ പ്രസിദ്ധമാണ്. ചണ്ഡാല ഭിക്ഷുകിയിലെ ഈ വരികൾ വളരെ പ്രസിദ്ധമാണ്. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. നളിൻ ദിവാകരനോട് ചോദിച്ചത്, ഏറ്റവും അധികം പരീക്ഷകളിൽ 2 വരി കവിത തന്നിട്ട് ആരുടേതെന്നോ ഏത് കൃതിയിലേതെന്നോ നിലയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വരികളാണ്. ഏതാണ്? തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്നു ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. അല്ലെ, എത്ര വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നേ. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ. എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ തക്ക ഭാഷ എനിക്ക് ദൈവം തന്നിട്ടില്ല എന്നാ പറയുന്നത്. ഈ കുറവിനെ പരിഹരിച്ച ഒരാളുണ്ട് കേട്ടോ. ആ വ്യക്തിയുടെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അല്ലെ, ഉള്ളിലുള്ള ആശയങ്ങളെ പരിപൂർണമായിട്ട് അവതരിപ്പിക്കാൻ വാക്കുകൾ പോരാണ്ട് വന്നപ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കി അദ്ദേഹം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതെന്തുവാകട്ടെ, വന്നു പോകുന്ന പിഴയിൽ അല്ലെ ശങ്കിച്ച വ്യക്തിയാണ് കുമാരനാശാനെങ്കിൽ ആ കുറവ് നികത്ത വ്യക്തിയാണ്
വൈക്കം മുഹമ്മദ് ബഷീർ. ചുമ്മാ പറഞ്ഞു പോയി എന്ന് മാത്രം. ഇത് നളിനി എന്ന കൃതിയിലെ വരികളാണ്. അതുപോലെ നളിനിയിലെ തന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരു വരികൾ പരിശോധിക്കാം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം മോഹനം ഭുവന സംഗമിങ്ങതിൽ സ്നേഹമൂലം അമലെ വെടിഞ്ഞു ഞാൻ എന്ന് ദിവാകരൻ നളിനിയോട് പറയുന്നുണ്ട്. ബാല്യകാല സുഹൃത്തുക്കളായ നളിനിയും ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം കാനനമധ്യേ കണ്ടുമുട്ടുന്നതും മാംസനിബദ്ധമല്ല രാഗം എന്ന് ലീലയിൽ പ്രഖ്യാപിച്ച കുമാരനാശാൻ അതിനെ വ്യക്തമായി മൂർത്ത ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ് നളിനി എന്ന കാവ്യത്തിൽ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു കാതലായ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതുപോലെ ചോദിച്ചിട്ടുള്ള കുമാരനാശാന്റെ തന്നെ മറ്റു ചില വരികൾ നോക്കാം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ദിവാകരൻ നളിനിയോട് പറയുന്നതാണ്. എന്താണ് ബുദ്ധിമാനും വിവേകിയും തമ്മിലുള്ള വ്യത്യാസം? ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്റലിജന്റ് എന്നും വിസ്ഡം എന്നും പറയും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പര്യായം എന്നോണം ഉപയോഗിക്കുന്നു, പക്ഷേ അതിലെ വലിയൊരു വ്യത്യാസം കുമാരനാശാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിനക്ക് ഉത്തരമുണ്ടെങ്കിൽ നീ ബുദ്ധിമാനാണ്. പക്ഷേ നിന്റെ ജീവിതം മറ്റുള്ളവന്റെ നന്മയ്ക്കായി എപ്പോഴാണോ നിനക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത്, അപ്പോൾ നിന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാം. എന്ത് വിളിക്കാം? വിവേകി എന്ന് വിളിക്കാം. പറഞ്ഞതാരാണ്? കുമാരനാശാനാണ്. ഏത് കൃതിയിലാ പറഞ്ഞത്? നളിനിയിലാണ് പറഞ്ഞത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ശ്രീനാരായണ ഗുരുവിന്റെ വ്യക്തമായ സ്വാധീനം പിൽക്കാലത്ത് കുമാരനാശാന്റെ ആശയപ്രപഞ്ചത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരു ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ സ്വാധീനമാണ് നളിനിയിൽ ഈ വരികളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അതുപോലെ ചണ്ഡാല ഭിക്ഷുകിലെ മറ്റൊരു പ്രധാനപ്പെട്ട വരിയാണ് അല്ലൽ എന്തു കഥ ഇത് കഷ്ടമേ അല്ലലാൽ അങ്ങ് ജാതി മറന്നിതോ എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യനേക്കാൾ ഉപരി മറ്റെന്തിനേക്കാളും ഉപരി ജാതിയാണ് എല്ലാ കാര്യങ്ങളെയും നിർണയിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അല്ലെ നിങ്ങൾ ചണ്ഡാല സ്ത്രീയായ എന്നോട് ദാഹജലം ചോദിക്കുന്നോ? അല്ലെ, ദാഹിച്ചപ്പോ താങ്കൾ മറ്റെല്ലാം മറന്നുപോയോ എന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട മാതങ്കി ബുദ്ധസന്യാസിയായ ആനന്ദനോട് ചോദിക്കുകയാണ്. അല്ലെ, ഞാൻ തൊട്ടുകൂടാത്തവളാണ്, ഞാൻ തീണ്ടിക്കൂടാത്തവളാണ് എന്ന് മാതങ്കി അല്ലെ പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിലും കുമാരനാശാൻ എപ്പോഴും ഇത് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തെ പൊളിച്ചെഴുതാൻ കുമാരനാശാൻ കാണിച്ചിട്ടുള്ള ധൈര്യമാണ് പിൽക്കാലത്ത് കുമാരനാശാനെ കൊണ്ട് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കാവ്യം രചിപ്പിച്ചത്. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്ന ഒരു കുമാരനാശാനെയാണ് ആത്മകഥാംശം ഏറി നിൽക്കുന്ന ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചണ്ഡാല ഭിക്ഷുകിലെ തന്നെ മറ്റൊരു വരിയിലേക്ക് കടക്കാം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്തിൽ വൃദ്ധി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് പാടിയിട്ടുള്ളത് കുമാരനാശാൻ തന്നെയാണ്, ചണ്ഡാല ഭിക്ഷുകിയിലാണ്. അതുപോലെ കരുതുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമീ നരത്വം എന്ന് പാടിയിരിക്കുന്നത് എവിടെയാണ്? ലീലയിലാണ് കേട്ടോ. അതുപോലെ മാംസനിബദ്ധമല്ല രാഗം എന്ന വരിയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ലീലയിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വരികൾ ഒരുപാട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വരുന്ന പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ചോദ്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് കേവലം ഫയർമാന്റെ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, അവലോകനം കൂടിയാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നുള്ള ഒരു പ്രവചനം കൂടിയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ടത് നോക്കിക്കേ, ദുരവസ്ഥയിലെ വരികൾ നോക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ എന്ന് കുമാരനാശാൻ പാടിയിരിക്കുന്നത് ദുരവസ്ഥയിലാണ്. അതുപോലെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് കുമാരനാശാൻ വിമർശിച്ചിട്ടുണ്ട് അല്ലെ. ജാതി ചിന്തയെ കുമാരനാശാൻ വിമർശിച്ചുകൊണ്ട് ഈ വരികൾ എഴുതിയിരിക്കുന്നത് ഏത് കൃതിയിലാ? ദുരവസ്ഥയിലാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. പള്ളിവാളും കാൽച്ചിലമ്പും, നിർമാല്യം,
ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും, വിധേയൻ, നീലവെളിച്ചം, ഭാർഗവീ നിലയം, വിവാഹം, പരിണയം. ഇതിൽ ശരിയായവ ഏവയാണ്? പള്ളിവാളും കാൽച്ചിലമ്പും. MTയുടെ തന്നെ ചെറുകഥയാണ് പള്ളിവാളും കാൽച്ചിലമ്പും. പിന്നീട് MT വാസുദേവൻ നായർ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത കഥ ഏത് തന്നെയായിരുന്നു? പള്ളിവാളും കാൽച്ചിലമ്പുമായിരുന്നു. അതാണ് പിന്നീട് നിർമാല്യം എന്ന സിനിമയായിട്ട് മാറിയത്. ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും സക്കറിയയുടെ നോവലറ്റാണ്. ആ നോവലറ്റാണ് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ സംവിധാനം ചെയ്തത്. പിന്നെ നീലവെളിച്ചം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാണ്. അത് പിൽക്കാലത്ത് ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയായിട്ട് മാറി. പക്ഷെ അടുത്തത് നോക്കിക്കേ, വിവാഹം, പരിണയം. ഇത് തെറ്റാണ് കേട്ടോ. ബാക്കി മൂന്നും ശരിയാണ്. പരിണയം എന്നുള്ളത് MTയുടെ തിരക്കഥയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം. കുറിയടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ സിനിമയാണ് ഏത്? പരിണയം. പരിണയം എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 1995. അപ്പോ പരിണയം എന്ന സിനിമ ആരുടെ തന്നെ തിരക്കഥയാണ്? MTയുടെ തന്നെ തിരക്കഥയാണ്. ഇനി MTക്ക് ലഭിച്ചിരിക്കുന്ന സിനിമാ സംബന്ധിയായ പുരസ്കാരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് 1973 നിർമാല്യം എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അല്ലെ. നിർമാല്യം എന്ന സിനിമയ്ക്ക്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് നിർമാല്യം എന്ന സിനിമയായിട്ട് മാറിയത്. MT ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? നിർമാല്യം തന്നെയാണ്. അതുപോലെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം MTക്ക് 4 വട്ടം ലഭിച്ചിട്ടുണ്ട്. ഏതിനൊക്കെയാ? ഒരു വടക്കൻ വീരഗാഥ അല്ലെ, ഹരിഹരൻ സംവിധാനം ചെയ്ത് MT തിരക്കഥ എഴുതിയ നമ്മുടെ ചന്തുവിനെ മമ്മൂട്ടി അവതരിപ്പിച്ച ചിത്രം അല്ലെ, ഒരു വടക്കൻ വീരഗാഥ. അതിന് 1990 ദേശീയ പുരസ്കാരം കിട്ടി. അതുപോലെ SK പൊറ്റേക്കാട്ടിന്റെ കടത്ത് എന്ന ചെറുകഥ MT എന്താക്കിയിട്ടുണ്ട്? കടവ് എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. സംവിധാനം ചെയ്തത് MT തന്നെയാണ്. 92 അത് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നു. 93 സദയം എന്ന ചിത്രത്തിനാണ് ദേശീയ പുരസ്കാരം കിട്ടിയത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പരിണയം അല്ലെ, മോഹിനി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച, വിനീതും ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് പരിണയം. സ്മാർത്ത വിചാരത്തെ അധികരിച്ചുള്ള മലയാള ചലച്ചിത്രം. അതിനും എന്ത് കിട്ടിയിട്ടുണ്ട്? മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം അത് ബന്ധനം എന്ന സിനിമയ്ക്കായിരുന്നു. അതുപോലെ പിന്നീടും കിട്ടിയിട്ടുണ്ട്. 91 കടവ് എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞു, ബന്ധനത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം വീണ്ടും കിട്ടി. ഏതിനാ? കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് 2009 ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ആരാണ്? C രാധാകൃഷ്ണൻ, സാറാ തോമസ്, M മുകുന്ദൻ, P വത്സല. ആരാണ് മലയാളത്തിലെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം എന്ന നോവൽ രചിച്ചത്? ആരാ? മയ്യഴിയുടെ കഥാകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന M മുകുന്ദനാണ് കേട്ടോ. ബാക്കിയുള്ളവരിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം M മുകുന്ദനിലേക്ക്. M മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ചെറുകഥയ്ക്കാണ് കേട്ടോ. ഈ ലോകം അതിലൊരു മനുഷ്യൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അല്ല, അത് നോവലല്ല, അത് ചെറുകഥാ സമാഹാരം തന്നെയാണെന്നാണ് ഓർമ്മ. ഓക്കെ, ഈ ലോകം അതിലൊരു മനുഷ്യൻ. പിന്നെ 1992 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് M മുകുന്ദന് കിട്ടിയത് ഏത് കൃതിക്കാണ്? ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിനാണ്. അതിന് തന്നെയാണ് NV പുരസ്കാരവും ലഭിച്ചത്. കേശവന്റെ വിലാപങ്ങൾ EMSന്റെ ജീവിതം പശ്ചാത്തലമാക്കിക്കൊണ്ട് M മുകുന്ദൻ രചിച്ച നോവലാണ് കേശവന്റെ വിലാപങ്ങൾ. അതിനാണ് 2003 എന്ത് കിട്ടിയത്? വയലാർ അവാർഡ് കിട്ടിയത്. C രാധാകൃഷ്ണനിലേക്ക് വന്നാലോ? തീക്കടൽ കടഞ്ഞ് തിരുമധുരം ജ്ഞാനപീഠ പുരസ്കാര കമ്മിറ്റി തന്നെ കൊടുക്കുന്ന മറ്റൊരു പുരസ്കാരമാണ് മൂർത്തിദേവി പുരസ്കാരം. എഴുത്തച്ഛന്റെ ജീവിതത്തെ അധികരിച്ച് C രാധാകൃഷ്ണൻ രചിച്ച നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അതിനാണ് എന്ത് കിട്ടിയത്? മൂർത്തിദേവി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് സ്പന്ദമാപിനികളെ നന്ദി എന്നത്.
പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് നിഴൽപ്പാടുകൾ എന്ന കൃതിക്കും വയലാർ അവാർഡ് കിട്ടിയത് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവലിനുമാണ്. അടുത്ത വ്യക്തിയിലേക്ക് കടക്കാം. സാറ തോമസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കനകം, കസ്തൂരി, കാഞ്ചന എന്നിവർ കഥാപാത്രങ്ങളാകുന്ന മലയാള നോവലാണ് ഏത്? നാർമടിപ്പുടവ. അതിനാണ് സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, പി വത്സല. പി വത്സലയെ കുറിച്ച് വരുന്ന പരീക്ഷകളിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ? 2023 നവംബർ 21 അവർ മരിച്ചത്. അപ്പൊ കറണ്ട് അഫെയർ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഒടുവിൽ മരിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു പുരസ്കാരം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നു വരുന്ന പരീക്ഷകളിൽ അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഈ പി വത്സലയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിലാണ് പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതുകൂടാതെ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്? പി വത്സലയ്ക്കാണ്. പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? നെല്ല്, കൂമൻകൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ, എരണ്ടകൾ. ഇതൊക്കെ ആരുടെ കൃതികളാണ്? പി വത്സലയുടെ നോവലുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇദ്ദേഹവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യവും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സർവവിജ്ഞാനകോശം ഡയറക്ടറാണ്. 2008 പത്മഭൂഷൺ പുരസ്കാരം നേടി. 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ്. സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ്. ഇതിലെല്ലാ കാര്യവും ശരിയാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷേ സർവവിജ്ഞാനകോശത്തിന്റെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് കാതലായ പങ്കുണ്ടെങ്കിലും അദ്ദേഹം അതിന്റെ ഡയറക്ടർ ആയിരുന്നില്ല. പക്ഷേ സർവവിജ്ഞാനകോശം നിർമ്മിക്കുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഒന്നാമത്തത് ഒഴിച്ചാൽ 2, 3, 4 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. 2023 മെയ് 31 അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഓക്കെ, 2023 മെയ് 31 വെള്ളായണി അർജുനൻ അന്തരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ചത്. നോക്കിക്കേ, വൈജ്ഞാനിക സാഹിത്യ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന വെള്ളായണി അർജുനൻ സ്വന്തം പ്രതിഭ കൊണ്ടും പ്രയത്നം കൊണ്ടും ഉയരങ്ങളിലെത്തിയ എഴുത്തുകാരനും അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ വെള്ളായണിയെ 2008 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെയോ മലയാള ഭാഷാ സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, ഹിന്ദി ഭാഷാ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ വിഷയങ്ങളിൽ PG ഡിപ്ലോമയും നേടി. ഡോക്ടറേറ്റ് നേടിയത് എവിടെ നിന്നൊക്കെയാ? അലിഗഡ്, ആഗ്ര, ജബൽപൂർ എന്നീ സർവകലാശാലകളിൽ നിന്ന് ഡീലിറ്റും കരസ്ഥമാക്കി. അല്ലെ, ഒരു അറിവിന്റെ ഭണ്ഡാകാരമാണ് വെള്ളായണി അർജുനൻ. 1975 സ്റ്റേറ്റ് എൻസൈക്ലോപീഡിയയുടെ ഡയറക്ടറായ ശേഷം എൻസൈക്ലോപീഡിയയെ ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, MG സർവകലാശാല സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡയറക്ടർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ തുടങ്ങി പല പദവികളും വഹിച്ച അദ്ദേഹം നിരവധി പേർക്ക് ഗൈഡായിട്ട് ഗവേഷണത്തിന് വഴികാട്ടിയുമായിട്ടുണ്ട്. സർവവിജ്ഞാനകോശം, വിശ്വവിജ്ഞാനകോശം എന്നിവ തയ്യാറാക്കുന്നതിലും മലയാള മഹാനിഘണ്ടുവിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. 40ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഉദയകാന്തി, ഉദ്യാനവിരുന്ന്, ഗവേഷണ മേഖല എന്നീ കൃതികൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ പാഠപുസ്തകങ്ങളായി. 20ഓളം പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, ഒഴുക്കിനെതിരെ എന്ന ആത്മകഥയുടെ കർത്താവാര്? ഉത്തരം വെള്ളായണി അർജുനനാണ് കേട്ടോ. 900 പേജിലധികമുള്ള ആത്മകഥയാണ് ഏത്? ഒഴുക്കിനെതിരെ. അതാരുടെ ആത്മകഥയാണ്? വെള്ളായണിയുടേതാണ്. മറക്കരുത്, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. സ്വാദിഷ്ടം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സ്വാദിഷ്ടം എന്ന് എഴുതേണ്ടത് എന്നാണ്. അല്ല, സ്വാദിഷ്ടം എന്ന് പറഞ്ഞാൽ സ്വാദിനോടുള്ള ഇഷ്ടമല്ല. പിന്നെയോ സ്വാദുള്ളത് എന്ന അർത്ഥത്തിലാണ് സ്വാദിഷ്ടം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിയായ പ്രയോഗം ഏതാണ്? ഇതാണ് ശരിയായ പ്രയോഗം. നിത്യജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന ചില തെറ്റുകൾ ശ്രദ്ധിക്കുക. സായുജ്യം,
സായുജ്യം എന്ന് ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? ഇത് ശരിയാണെന്ന് കേൾക്കുമ്പോൾ തോന്നും, പക്ഷേ ഇത് തെറ്റ്. എങ്ങനെയാ ശരിയായിട്ട് എഴുതേണ്ടത്? സായുജ്യം, യായ്ക്ക് ദീർഘം വേണ്ട കേട്ടോ. സായുജ്യം, ഇതാണ് ശരിയായ പ്രയോഗം. സായുജ്യമല്ല, സായുജ്യം. അതുപോലെ കല്യാണം എന്ന് എഴുതുമ്പോ 2 ല പാടില്ല. കല്യാണം എന്ന് എഴുതുമ്പോ ഇങ്ങനെ മതിയാകും. അതുപോലെ യൗവനം എന്ന് എഴുതുമ്പോ 2 യായുടെ ആവശ്യമില്ല. യൗവനം എന്ന് എഴുതുമ്പോ 1 വ മതിയാകും. അതുപോലെ അദ്ഭുതം എന്ന് എഴുതുമ്പോ 2ാമത്തെ അക്ഷരം തായല്ല, ദായാണ്. അദ്ഭുതം. ഇതൊക്കെ നിത്യജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകളാണ്. ഇതൊക്കെ ശരിയായിട്ട് എഴുതേണ്ടത് ഇപ്രകാരമാണ്. ഒരുപാട് പരീക്ഷകളിൽ ഇത് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. നോക്കിക്കേ, ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എല്ലാത്തിലും തന്നെ തെറ്റുണ്ട് എന്നുള്ളതാണ്. തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. നോക്കാം നമുക്ക് ഓരോ വാക്യമായിട്ട്. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്? വേറെ ഗത്യന്തരം. ഗത്യന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേറെ ഗതി അല്ലെങ്കിൽ മറ്റ് ഗതി എന്നാണ്. അപ്പൊ ഗത്യന്തരം എന്ന വാക്കുള്ളപ്പോൾ ഏതിന്റെ ആവശ്യമില്ല? വേറെ എന്ന വാക്കിന്റെ ആവശ്യമില്ല. എങ്ങനെ പറഞ്ഞാൽ മതി? ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്, അല്ലെങ്കിലോ വേറെ ഗതി ഇല്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അങ്ങനെയാണ് വാക്യം ശരിയാക്കേണ്ടത്. പിന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ, കൂടെ ജോലി ചെയ്യുന്നയാളെയാണ് എന്ത് വിളിക്കുന്നത്? സഹപ്രവർത്തകൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെ ശരിയാക്കാം? എന്റെ സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി, അല്ലെങ്കിലോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് പറയുന്നതാണ് ശരി. അടുത്തത്, ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. അല്ലെ, പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റുണ്ടെന്ന് തോന്നില്ല. എന്താ തെറ്റ്? അത്ര തോത്. അത്ര എന്ന് പറഞ്ഞാൽ തോതിനെ കാണിക്കുന്നതാണ് അല്ലെ. ഗർഭിണികൾക്ക് വേണ്ട തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം, അല്ലെങ്കിലോ ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. അതാണ് ശരിയായ പ്രയോഗം. രണ്ടും കൂടി വേണ്ട, അത്ര തോതിൽ, രണ്ടും കൂടി പ്രയോഗിക്കരുത്. അടുത്തത് നോക്കിക്കേ, ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അതിൽ തകരാറില്ല. പിന്നെ ഞാൻ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഇത് 2 വാക്കായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് സ്പേസ് ഇടരുത്. വിദ്യാർത്ഥികളുടെ സംഘടനയ്ക്കാണ് വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു സ്പേസിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ ഇടയ്ക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് നമുക്ക് ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം? ചെറിയ ഭാഗം, വലിയ ഭാഗം, സിംഹത്തിന്റെ ഭാഗം, സിംഹത്തിന്റെ കരുത്ത്. വളരെ എളുപ്പമാണ് അല്ലെ. സിംഹഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ ഭാഗം എന്നാണ്. മെജോറിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അർത്ഥത്തിലാണ് മലയാളത്തിൽ എന്തു പറയുന്നത്? സിംഹഭാഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത്? മനുജൻ, നൃപൻ, ജനനി, ജനകൻ. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ജനകൻ എന്ന വാക്കിന് അച്ഛൻ എന്നാണ് അർത്ഥം. ഓക്കെ, മനുജൻ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യനാണ് കേട്ടോ. മനുജൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പര്യായമാണ്. നൃപൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പര്യായമാണ്. ജനനി എന്ന് പറഞ്ഞാലോ അമ്മയുടെ പര്യായമാണ്. അപ്പൊ ഈ പറയുന്ന വാക്കുകളുടെ പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യന്റെ പര്യായ പദങ്ങൾ നരൻ, മാനവൻ, മനുജൻ, മർത്യൻ. ഇതൊക്കെ മനുഷ്യന്റെ പര്യായ പദങ്ങളാണ്. രാജാവിന്റെ പര്യായ പദങ്ങളോ? അരജൻ, ധരാപതി, നരപതി, മന്നൻ, ഭൂപതി, നരാധിപൻ, നൃപൻ, പാർത്ഥിവൻ. ഇതൊക്കെ ആര് തന്നെയാണ്? രാജാവിന്റെ തന്നെ പര്യായ പദങ്ങളാണ്. ജനനി, ജനയിത്രി, തായ, ധരിത്രി, ഇതൊക്കെ തന്നെയും അമ്മയുടെ പര്യായ പദങ്ങളാണ്. താതൻ, ജനകൻ, പിതാവ്, ഇതൊക്കെ അച്ഛന്റെ
പര്യായ പദങ്ങളാണ്. ഓക്കെ, ചോദ്യം പൂർണ്ണമാകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. വിസ്മരിക്കുക, അനുസ്മരിക്കുക, ഓർമ്മിക്കുക, നിരാകരിക്കുക. ഏതാണ്? സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കുക, അപ്പൊ മറക്കുക എന്നർത്ഥം വരുന്ന പദം ഇതിലേതാണ്? വിസ്മരിക്കുകയാണ് കേട്ടോ. വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് വാക്കിനർത്ഥം. അനുസ്മരിക്കുക എന്ന് പറഞ്ഞാലും ഓർമ്മിക്കുക എന്ന് പറഞ്ഞാലും സ്മരിക്കുക എന്ന് തന്നെയാണ് വാക്കിനർത്ഥം. പിന്നെ നിരാകരിക്കുക. നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട എന്ന് വയ്ക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ് വാക്കിനർത്ഥം. സ്വീകരിക്കുക എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നിരാകരിക്കുക എന്ന വാക്ക് പറയാവുന്നതാണ്. ഇനി സമീപകാലത്ത് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വിപരീത പദങ്ങൾ നോക്കിക്കേ. അധ്യാത്മികം എന്ന വാക്കിന്റെ വിപരീതമാണ് ഭൗതികം. ഉന്മീലനത്തിന്റെ വിപരീതമാണ് നിമീലനം. ഉപകാരം വിപരീതം അപകാരം. ഉച്ചം വിപരീതം നീചം. ഉഗ്രം വിപരീതം ശാന്തം. ഋജു വിപരീതം വക്രം. ഋണം വിപരീതം അനൃണം. ഋജു എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്, വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, ഋണം എന്ന് പറഞ്ഞാൽ കടം, ഋണമില്ലാത്ത അവസ്ഥ, കടമില്ലാത്ത അവസ്ഥ എന്തു പറയാം? അനൃണം എന്ന് പറയാം. ഋണത്തിന്റെ വിപരീതമായിട്ട് ധനം എന്ന വാക്ക് ഉപയോഗിച്ചാലും തെറ്റല്ല. പിന്നെ ഋതം അനൃതം. ഋതം എന്ന് പറഞ്ഞാൽ സത്യം, അനൃതം എന്ന് പറഞ്ഞാൽ കളവ്. കൃത്രിമം വിപരീതം നൈസർഗികം. അകൃത്രിമം എന്ന വാക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കൃത്രിമം എന്ന് പറഞ്ഞാൽ വ്യാജം, അല്ലെ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നൈസർഗികം എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. കൃശം എന്ന വാക്കിന്റെ വിപരീതം മേധുരം. കൃശം എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞത്, മേധുരം എന്ന് പറഞ്ഞാലോ തടിച്ചത്. ഗുരുത്വം വിപരീതം ലഘുത്വം, അല്ലെ, ഗുരുവിന്റെ ഭാവത്തെയാണ് ഗൗരവം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗൗരവതരമായ അവസ്ഥയെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ലാഘവം, അല്ലെ, ലഘുത്വം, ലാഘവത്തോട് കൂടിയത് ലഘുത്വം, സിമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ഖണ്ഡനം വിപരീതം മണ്ഡനം. വിമർശനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും പറയുന്നത്. ഒരു കൃതി എനിക്ക് എങ്ങനെയൊക്കെ സമീപിക്കാം? അതിൻ്റെ നല്ല വശങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിമർശനവുമാകാം, അതിൻ്റെ എല്ലാ മോശവശങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനവുമാകാം. അപ്പോ അത്തരം ക്രിറ്റിസിസം എന്ന് പറയുന്ന തരത്തിലുള്ളതാണ് ഖണ്ഡന വിമർശനം. ഒരു ആസ്വാദന നിലവാരത്തിലേക്ക് വരുന്നതാണ് ഏത്? മണ്ഡന വിമർശനം. ഖേദം വിപരീതം മോദം. ഖേദം ദുഃഖമാണ്, മോദം സന്തോഷമാണ്. കനിഷ്ഠൻ വിപരീതം ജ്യേഷ്ഠൻ. അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. കനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അനിയനാണ്, ജ്യേഷ്ഠൻ ചേട്ടനാണ്. തിക്തം വിപരീതം മധുരം. തിക്തം എന്ന വാക്കിന് കയ്പെന്നാണ് അർത്ഥം, മധുരം നമുക്കറിയാം. ത്യാജ്യം വിപരീതം ഗ്രാഹ്യം. ത്യജിക്കുക, ഗ്രഹിക്കുക, തള്ളിക്കളയുക, സൂക്ഷിക്കുക. ദക്ഷിണം വിപരീതം ഉത്തരം. ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്, ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്. ദീർഘം വിപരീതം ഹ്രസ്വം. ദീർഘം എന്ന് പറഞ്ഞാൽ നീളമുള്ളത്, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത്. പ്രശാന്തം വിപരീതം പ്രക്ഷുബ്ധം. പ്രശാന്തം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഏറ്റവും ശാന്തമായിട്ട് പോകുന്നതിനെയാണ് പ്രശാന്തം എന്ന് പറയുന്നത്. പ്രക്ഷുബ്ധം, കടലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെ? പ്രശാന്തമായ കടലെന്നും പ്രക്ഷുബ്ധമായ കടലെന്നും ഉപയോഗിക്കാറുണ്ട്. ദൂഷണം വിപരീതം ഭൂഷണം, അല്ലെ? ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം, ദൂഷണം എന്ന് പറഞ്ഞാൽ കുറ്റമാണ്. അപ്പോ ഒരുവനെ അലങ്കരിക്കാൻ വേണ്ടിയുള്ളത്, കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയുള്ളത് ഭൂഷണം. ഒരുവനെ ഏറ്റവും താഴ്ത്തിക്കെട്ടാൻ, ഇകഴ്ത്തി കാണിക്കാനുള്ളതാണ് എന്ത്? ദൂഷണം എന്ന് പറയുന്നത്. പരദൂഷണം എന്ന വാക്കൊക്കെ നമുക്ക് സുപരിചിതമാണല്ലോ. അടുത്തത് മന്ദം വിപരീതം ശീഘ്രം. മന്ത്രം എന്ന് പറഞ്ഞാൽ, മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ, ശീഘ്രം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. മലിനം വിപരീതം നിർമ്മലം. മലിനം എന്ന് പറഞ്ഞാല് മോശമാക്കപ്പെട്ടതാണ്, നിർമ്മലം എന്ന് പറഞ്ഞാല് പരിശുദ്ധമാണ്. മിഥ്യ വിപരീതം തഥ്യ. മിഥ്യ എന്ന് പറഞ്ഞാൽ അൺറിയൽ ആണ്, തഥ്യ എന്ന് പറഞ്ഞാലോ റിയൽ എന്ന അർത്ഥത്തെ കുറിക്കുന്നു. കിട്ടിയല്ലോ. സമീപകാലത്ത് നമ്മുടെ പരീക്ഷകളിൽ വിപരീത പദവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വെഞ്ചാമരം. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും എന്നാണ്. വെഞ്ഞ് അധികം ചാമരം, വെഞ്ഞ് അധികം ചാമരം, വെൺ അധികം ചാമരം, വെഞ്ച് അധികം ചാമരം. ഈ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ശരിയായ ഉത്തരമില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏറ്റവും ശരിയായ ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാകണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ത്യാജ്യഗ്രാഹ്യ വിവേകത്തോടു കൂടി പെരുമാറണം. അതായത് ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുകയും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന സാമാന്യ വിവേകത്തോടു കൂടി വേണം നമ്മൾ ഒരു ഭാഷയെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തെ പരിഗണിക്കാനായിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെൺ അധികം ചാമരം തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ വെച്ച് ചേരുന്നത് വെൺ അധികം ചാമരം വെഞ്ചാമരമാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, വെഞ്ചാമരം അല്ലെങ്കിൽ വെഞ്ചാമരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വെളുപ്പ് നിറത്തിലുള്ള ചാമരം അഥവാ വിശറിയാണ്. അപ്പോ വെളുപ്പ് എന്നർത്ഥം വരുന്ന വാക്ക് വെൺ അല്ല, വെൾ ആണ്. വെണ്മ എന്ന വാക്ക് പോലും പിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. വെണ്മ എങ്ങനെയാ പിരിക്കേണ്ടത്? വെൾ അധികം മായാണ് എന്താകുന്നത്? വെണ്മയാകുന്നത്. അതുപോലെ വെണ്ണീർ, വെൾ പ്ലസ് നീറാണ് എന്താകുന്നത്? വെണ്ണീറാകുന്നത്. വെളുപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ പൂർവ്വപദം എപ്പോഴും എന്തായിരിക്കണം? വെൾ എന്ന ശബ്ദമായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ചാമരം വെൺ അധികം ചാമരമല്ല, വെൾ അധികം ചാമരമാണ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ഋഷി, വിദുഷി, കേമൻ, ശാന്തൻ. ഇതിൽ ഏതാണ് വിദ്വാൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം? വിദ്വാൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം വിദുഷിയാണ്. പ്രഭു എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം പ്രഭുവി എന്നാണ്, അല്ലെ? പ്രഭു, പ്രഭുയാണ്. സമീപകാലത്ത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എതിർലിംഗ പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വിദ്വാൻ വിദുഷിയാണെങ്കിൽ വിദൂഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം വിദൂഷകിയാണ്. നേതാവ്, നേത്രി. ലേഖകൻ, ലേഖിക. കവി, കവയിത്രി. നമ്പ്യാര്, നങ്ങിയാര്. ക്ഷത്രിയൻ, ക്ഷത്രിയാണി. കമിതാവ്, കമിത്രി. മോഷ്ടാവ്, മോഷ്ടി. സാക്ഷി, സാക്ഷിണി. രോഗി, രോഗിണി. സമീപകാലത്ത് എതിർലിംഗ പദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. അടുത്തത് നോക്കിക്കേ. തമ്പി, തങ്കച്ചി. കൈമൾ, കുഞ്ഞമ്മ. മാടമ്പി, കെട്ടിലമ്മ. ഗായകൻ, ഗായിക. കർഷകൻ, കർഷകി. വിധുരൻ, വിധവ. വാര്യര്, വാരസ്യാര്. ജാമാതാവ്, മരുമകൻ എന്നർത്ഥം വരുന്ന വാക്ക് ജാമാതാവ്. മരുമകളാര? സ്നുഷയാണ്. ഏകാഗി, ഏകാകിനി. ഏകാഗി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ല കേട്ടോ, പുല്ലിംഗ പദമാണ്. സ്ത്രീലിംഗ പദം എന്താണ്? ഏകാകിനിയാണ്. ഏകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപവും ഏകാകിനി തന്നെയാണ്. ഗൃഹസ്ഥൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം ഏതാ? ഗൃഹിണിയാണ്. ഘാതകൻ, ഘാതകി. കാധികൻ, കാധിക. അതുപോലെ വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പ്രഭു എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രഭുവിയാണ് കേട്ടോ. പ്രഭു എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രഭ്വി ആണ് ശരിയായ പ്രയോഗം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത്? ഭാഗവതർ, മർത്യർ, സമർത്ഥർ, ആസ്വാദകർ. ചോദ്യത്തിൽ തകരാറുണ്ട് കേട്ടോ. ഇതിൽ ഭാഗവതരാണ് ഉത്തരമെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. പക്ഷെ അത് ബഹുവചനം അല്ലാത്തതാണോ? അല്ല, അത് പൂജക ബഹുവചനത്തിൽ പെടും. സത്യത്തിൽ ഇത് ഏകവചനമാണ്, നമുക്കറിയാം. ഏകവചനത്തോടൊപ്പം ആദര സൂചകമായിട്ട് അർ അല്ലെങ്കിൽ കൾ എന്ന പ്രത്യയം ചേർക്കുന്നത് പൂജക ബഹുവചനമാണ്, അല്ലെ? ബാക്കിയുള്ള ഓപ്ഷൻ കൂടി കാണുമ്പോൾ ചോദ്യം നമുക്ക് വ്യക്തമാകും. മർത്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്. സമർത്ഥർ എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളവർ. ആസ്വാദകർ, ആസ്വദിക്കുന്നവരാണ് ആര്? ആസ്വാദകർ. അപ്പൊ ഈ പറയുന്ന 3 വാക്കുകളും എവിടെ പെടും? അലിംഗ ബഹുവചനമാണ്, അല്ലെ? സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം. അത്തരം വാക്കുകളെയാണ് നമ്മൾ അലിംഗം എന്ന് വിളിക്കുന്നത്. അതിന്റെ ബഹുവചനത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. മർത്യർ എന്ന് പറയുമ്പോൾ മനുഷ്യരാണ്, അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. സാമർഥ്യമുള്ളവർ എന്ന് പറയുന്നിടത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. ആസ്വാദകർ എന്ന് പറയുന്നിടത്ത് ആസ്വദിക്കുന്നവരാണ് ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ ഉൾപ്പെടാം. പക്ഷെ ഭാഗവതർ എന്ന് പറയുന്നിടത്ത്, അല്ലെ, ഭാഗവതം വായിക്കുന്നയാളെയാണ് അല്ലെങ്കിൽ ഭാഗവതത്തിൽ ജ്ഞാനമുള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? ഭാഗവതർ എന്ന് വിളിക്കുന്നത്. വ്യക്തി ഒന്നേ ഉള്ളൂ, പക്ഷെ അർപ്രത്യയം ചേർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ബഹുമാനത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ എന്ത് വിളിക്കുന്നു? പൂജക ബഹുവചനം എന്ന് വിളിക്കുന്നു. സമീപകാലത്ത് പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം നമുക്ക്. നോക്കിക്കേ, സലിംഗ ബഹുവചനം വിദ്വാൻ, വിദ്വാൻമാർ എന്ന് പറയുകയാണ്. വിദ്വാൻമാർ, ഇത് പുല്ലിംഗ പദമല്ലേ?
വിദ്വാൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം വിദുഷിയാണ്, അല്ലെ? വിദുഷിയാണ്. പക്ഷെ വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. കൂട്ടുകാരി, കൂട്ടുകാരികൾ, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. മിടുക്കി, മിടുക്കികൾ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അധ്യാപകൻ, അധ്യാപകന്മാർ, ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അധ്യാപിക, അധ്യാപികമാർ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പുഴ, പുഴകൾ, പുഴ എന്നുള്ളത് നപുംസകലിംഗമാണ്. സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനത്തെ എന്ത് വിളിക്കുന്നു? സലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു. തേങ്ങ, തേങ്ങകൾ, നപുംസകലിംഗത്തിന്റെ ബഹുവചനവും സലിംഗ ബഹുവചനം തന്നെ. ഇനി അലിംഗ ബഹുവചനത്തിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. തടിയർ എന്ന വാക്ക് ശ്രദ്ധിക്കുക. തടിയർ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? തടിയനും ഉണ്ട്. ആരൊക്കെയുണ്ട്? തടിയനും ഉണ്ട്, തടിച്ചിയും ഉണ്ട്. ആണിനെയും പെണ്ണിനെയും ചേർത്തൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാമെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത്? അലിംഗ ബഹുവചനം. അലിംഗം എന്ന് കേൾക്കുമ്പോൾ ലിംഗമില്ലാത്തത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ലിംഗ വ്യത്യാസമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അലിംഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ മടിയർ എന്ന് പറയുന്നിടത്ത് മടിയുള്ളവനുമുണ്ട്, മടിയുള്ളവളുമുണ്ട്. അതുപോലെ മിടുക്കർ, മിടുക്കനുമുണ്ട്, മിടുക്കിയുമുണ്ട്. തൊഴിലാളികൾ എന്ന് പറയുന്നിടത്ത് തൊഴിൽ ചെയ്യുന്ന ആണുമുണ്ട്, പെണ്ണുമുണ്ട്. പണക്കാർ എന്ന് പറയുന്നിടത്ത് പണമുള്ള ആണുമുണ്ട്, പണമുള്ളവളുമുണ്ട്. ആണല്ലോ? അപ്പോ രണ്ടുമാകാം എന്നുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു. ഇനി പൂജക ബഹുവചനം കൂടി നോക്കാം. വൈദ്യർ, ഭാഗവതർ, ആചാര്യർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, സ്വാമികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, പണിക്കർ, മാരാർ, പത്രാധിപർ, അവർകൾ, ന്യായാധിപർ. സമീപകാലത്ത് പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെല്ലാത്തിന്റെയും ഒടുവിൽ അർ അല്ലെങ്കിൽ കൾ എന്ന പ്രത്യയം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ ബഹുവചന രൂപങ്ങളാണോ? അല്ല. ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ടാണ് ഇവിടെ അർ അല്ലെങ്കിൽ കൾ പ്രത്യയം ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. വിതച്ചതേ കൊയ്യൂ, നനഞ്ഞിടം കുഴിക്കുക, നിത്യാഭ്യാസി ആനയെ എടുക്കും, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഇതിലേതാ ശരി? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. അപ്പോ ശരിക്കും ഒരു ആനയെ ചുമന്നുകൊണ്ട് പോകുമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. പിന്നെയോ കഠിനാധ്വാനത്തിലൂടെ ഏത് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയും നമ്മളെ കൊണ്ട് ചെയ്യുമാറാകും എന്നാണ് സൂചന. ഓക്കെ. വിതച്ചതേ കൊയ്യൂ, അല്ലെ? As you sow, so shall you reap എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. As you sow, so shall you reap. വിതച്ചതേ കൊയ്യൂ. നനഞ്ഞിടം കുഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസ്ഥ മുതലെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്നത്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഒരു വ്യക്തിയെ കണ്ടാൽ അറിയാം ആ വ്യക്തി ഏത് സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആ വ്യക്തിയുടെ രൂപത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകും എന്ന് പറയുന്നു. ഇനി സമീപകാലത്ത് ചോദിച്ചിട്ടുള്ള ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ ഒരു ശൈലി തന്നിട്ട് അതിന്റെ മലയാള ശൈലി അല്ലെങ്കിൽ മലയാളത്തിൽ തത്തുല്യമായി ഉപയോഗിക്കുന്ന പ്രയോഗം ഏത് എന്ന തരത്തിൽ സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. പിന്നിൽ നിന്ന് കൊത്തുക, പിന്നിൽ നിന്ന് കുത്തുക, അല്ലെ? ബാക്ക് സ്റ്റാബിംഗ് ആണ്. വഴിവിട്ട് സഹായിക്കുക, ടു ഗോ ഔട്ട് ഓഫ് വൺസ് വേ, വഴിവിട്ട് സഹായിക്കലാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, ടു ഫിഷ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് അല്ലെങ്കിൽ മഡി വാട്ടേഴ്സ്. അതിശക്തരുടെ അതിജീവനം, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. മൃഗീയ ഭൂരിപക്ഷം, അല്ലെ? മോൺസ്റ്ററസ് മെജോറിറ്റി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ സമീപകാലത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പരിഭാഷപ്പെടുത്താനായിട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ക്ഷോഭി, ക്ഷുഭി, ക്ഷിപ്രകോപി, ക്ഷുഭിതൻ. ഇതില് ക്ഷോഭി എന്ന വാക്കും ക്ഷുഭി എന്ന വാക്കും മലയാളത്തിൽ ഇല്ല. ക്ഷിപ്രകോപി എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനാണ് കേട്ടോ. പെട്ടെന്ന് ക്ഷോഭിക്കുന്നവനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ഷിപ്രകോപി എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ഷോഭിച്ചവൻ ആരാണ്? ക്ഷുഭിതനാണ് കേട്ടോ. ക്ഷുഭിതൻ എന്നുള്ളതാണ് ശരിയായ പദം. അപ്പൊ ക്ഷുഭിതന്റെ എതിർലിംഗ പദം എന്താണെന്ന് നോക്കിക്കേ. ക്ഷുഭിതൻ എന്നുള്ളതിന്റെ എതിർലിംഗ പദം ക്ഷോഭിതയുമാകാം ക്ഷുഭിതയുമാകാം കേട്ടോ.
ദേഷ്യപ്പെട്ടവൾ എന്നർത്ഥം വരുന്നത് ക്ഷുഭിതയുമാകാം ക്ഷോഭിതയുമാകാം. ക്ഷോഭിണി എന്ന് പറഞ്ഞാൽ ഈ ക്ഷോഭവുമായിട്ടൊരു ബന്ധവും ഇല്ല, അത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ശ്രുതിയെയാണ് എന്ത് പറയുന്നത്, ക്ഷോഭിണി എന്ന് പറയുന്നത്. ക്ഷോമം എന്ന് പറഞ്ഞാൽ എന്താണ്, പാട്ടിന്റെ പര്യായമാണ് കേട്ടോ ക്ഷോമം എന്ന് പറഞ്ഞാല്. ക്ഷൗണി എന്ന് പറഞ്ഞാലോ ഭൂമിയുടെ പര്യായ പദമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ക്ഷുഭിത യൗവനത്തിന്റെ കവി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ക്ഷുഭിത യൗവനത്തിന്റെ കവി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം നടന്ന ഫയർമാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിന്റെ വിശദീകരണമാണ് അല്ലെങ്കിൽ വിശകലനമാണ് നമ്മൾ ഇപ്പോൾ നടത്തിയത്. ഉത്തരം പറഞ്ഞു പോകുക മാത്രമല്ല ചെയ്തത്, അനുബന്ധ വസ്തുതകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? വരുന്ന പരീക്ഷകളിൽ ഈ മാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുത്തത്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.